രാജീവ് ചന്ദ്രശേഖർ സ്വത്തുവരം മറച്ചു വെച്ചിരുന്ന പരാതി LDF UDF കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിന്റെ? അല്ല, UDF LDF ഒക്കെ പരാതി ചെയ്യുന്ന മനസ്സിലാക്കി. എനിക്കിതിന് സമയമില്ല. ഞാൻ ആ നോമിനേഷൻ കൊടുത്ത ശേഷം എല്ലാ രാവിലെയും പര്യടനത്തിലാണ്, എല്ലാ ദിവസവും പര്യടനത്തിലാണ്. അപ്പൊ ഞാനിതൊന്നും ഇടപെട്ടിട്ടില്ല. എന്റെ നിർദ്ദേശവുമല്ല. ഞാൻ അദ്ദേഹത്തിന്റെ അഫിഡേവിറ്റ് വായിക്കാൻ കൂടി എനിക്ക് സമയമുണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാ പാർട്ടിയുടെയും പൂർണ്ണ ജനാധിപത്യ അവകാശമാണ്. ഇതൊക്കെ ചാലഞ്ച് ചെയ്യാൻ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വിശ്വാസിക്കാൻ അഥവാ ജനം ബുദ്ധിമുട്ടെങ്കിൽ അവർക്ക് പരാതി ചൂണ്ടിക്കാണിക്കാൻ അവകാശമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല മാധ്യമ ആണ് ആദ്യം ഇതിനെ ചൂണ്ടിയെടുത്തത്. അപ്പൊ അത് ചെയ്യട്ടെ, ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കട്ടെ, തീരുമാനം എടുക്കട്ടെ. എന്റെ സ്വന്തം ആവശ്യം അദ്ദേഹത്തെ മത്സരിച്ച് തോൽപ്പിക്കാനാണ്. കോവളത്ത് എന്താ സംഭവിച്ചിട്ട്? കോവളത്ത് അങ്ങേ കൂകിയെന്നും ആളുകൾ ബഹളം. കോൺഗ്രസ് എന്നെ ഒന്നും സംഭവിച്ചില്ല. പാർട്ടിയുടെ ചില ഇടയ്ക്ക് അകത്തുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചിലവർ എല്ലാ വാഹനത്ത് നിൽക്കുന്നവരും ചിലവർ പാതിരിക്കുന്നവരും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. വേറൊരു പ്രശ്നമാണ്, ജനങ്ങളുടെ ആവേശത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാവരും എന്നെ ഇറങ്ങാൻ പറയുന്നത്. പക്ഷേ ഞാൻ എല്ലാവരും ഇറങ്ങിയാൽ നമുക്ക് തീരെയായിട്ട് പര്യടനം പൂർത്തിയാവാൻ സാധിക്കില്ല. ഒരു ദിവസം ഒരു ബ്ലോക്കിന് കൊടുത്തിട്ട് കൂടി ഇതുവരെ 7 ദിവസവും തികഞ്ഞിട്ടില്ല. വാഹനത്തിന് ഓരോ പാതി കൊണ്ടുപോയി ആൾക്കാരെ സ്വീകരണം മേടിക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് എവിടെയും അതുകൊണ്ട് ഇറങ്ങാൻ സാധിക്കില്ല. അത് മറ്റേവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു തർക്കമുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ബഹളമുണ്ടാക്കിയ ചെറുപ്പക്കാർ എന്നെ ഇന്ന് രാവിലെ ഒരു 30 പേര് വന്ന് കണ്ടിട്ട് ക്ഷമ ചോദിച്ചു. ഞാൻ പറയും, എന്റെ ഭാഗത്തുനിന്ന് ക്ഷമയുടെ പ്രശ്നമില്ല. നിങ്ങൾ ഒക്കെ നിൽക്കണം, പാർട്ടിയുടെ ഒപ്പം നിൽക്കണം, ഈ ഇലക്ഷൻ ജയിക്കണം. അതോടെ എന്റെ ഭാഗത്തെല്ലാം തീർന്നു.